നമസ്കാരം. ടെക്നോളജിയിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഞാൻ പ്രിയൻ. എൻ്റെ സുഹൃത്ത് സീനിയർ ജേർണലിസ്റ്റ് ശ്രീ എൻ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണോ അതോ സിസ്റ്റമിക് പ്രശ്നമാണോ എന്ന് എനിക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതായത് ഒരു മുൻ BJP MLA റേപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു MLA ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ 7 വർഷം തടവെന്തോ അനുഭവിച്ച് അത് റദ്ദ് ചെയ്തിരിക്കുന്നു. അതായത് അതിന്റെ ഒരു കാരണം MLA എന്ന് പറയുന്ന ആൾ ഇതുപോലെ ഒരു പോസ്കോ കേസിൽ പബ്ലിക് സെർവന്റ് ആയിട്ട് കരുതാൻ പറ്റത്തില്ല എന്ന് 2 ജഡ്ജിമാർ സൂക്ഷിക്കണം, വളരെ 2 ജഡ്ജിമാരെ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അത് ഈ ഒബ്സർവേഷനെ CBI പോലും സുപ്രീം കോടതിയിൽ മൺഡേ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. മൺഡേ അത് ഹിയറിങ്ങിന് വരികയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി. മാത്രമല്ല, റേപ്പ് വിക്ടിം ആയ യുവതി ഇന്ത്യ ഗേറ്റിൽ സമരം ധർണ നടത്തി. അവർ പ്രൈം മിനിസ്റ്ററെയും BJP ഹോം മിനിസ്റ്ററെയും കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ അവരാരും കണ്ടില്ല. അവർ പോയി നേരെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കണ്ടു. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് തങ്ങളെ മാറ്റണം, അതായത് തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ എത്തി. ഇത് ഒന്ന് കാണിക്കുന്നത് ഇന്നത്തെ, അതായത് റൂളിംഗ് പാർട്ടിയിലെ നേരത്തെ ഇതുപോലൊരു സംഭവം റെസ്ലിംഗ് ഫെഡറേഷന്റെ ചീഫ് ഒരു BJP MPയുടെ കാര്യത്തിലുണ്ടായി. റെസ്ലേഴ്സ് സമരത്തിലിരുന്നു. അതിനുശേഷമാണ് എന്തെങ്കിലും കോടതി പറഞ്ഞിട്ടാണ് ഇതുപോലെ ഒരു ആക്ഷൻ ഉണ്ടായത്. അതായത് എടുക്കുകയാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്താലും, അത് റേപ്പ് ആണെങ്കിലും കുട്ടികളെ റേപ്പ് ചെയ്താലും അത് രക്ഷിക്കാൻ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വിക്ടിം, അത് റേപ്പ് ചെയ്യപ്പെട്ട കുട്ടി CBI എൻക്വയറി ചെയ്ത CBI ഓഫീസറുടെ പേരിൽ കേസെടുക്കണം എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് CBI ഓഫീസർ, എൻക്വയറി ഓഫീസറിന്റെ കണ്ടുപിടുത്തങ്ങൾ MLA സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. അതായത് കേസ് ഈസ് ഫിക്സ് എന്നാണ് ശ്രീ മാധവൻകുട്ടി ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ ഇതിന് നിന്നു കൊടുക്കുന്നത് എന്താണ് കാണിക്കുന്നത്?